അയാൾ അറിയാതെ പറ്റിയതാന്നാ ബാബു വിചാരിച്ചേ? ഇതറിയാതെ പറ്റിയതാ. വനജ കണ്ടപ്പോ തന്നെ അവനൊന്ന് പകച്ചു. വനജയുടെ നോട്ടവും അതുപോലെ ആയിരുന്നല്ലോ, ഞാൻ കണ്ടു. ഒന്ന് പായിക്കാൻ തന്നെയാ ഞാൻ നോക്കിയേ. ഞാൻ മാറാൻ ഒരുങ്ങിയാ നിന്നത്. അവനത് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ അത് കണക്കാക്കി എറിയും, നേരെ എന്റെ മേത്ത് കൊള്ളുകയും ചെയ്യും. അങ്ങനെ ചെയ്യൂ ഒരു സർക്കസുകാരൻ? ലോകത്ത് ഒരാളും ചെയ്യില്ല, പക്ഷെ ഇവൻ ചെയ്യും. ഒരിക്കൽ ട്രപ്പീസിയത്തിൽ കളിക്കുമ്പോ അവൻ എന്നെ ക്യാച്ച് ചെയ്തില്ല. അന്ന് ഞാൻ നെറ്റിൽ കഴുത്തു കുത്തി വീണു. ചത്തു പോണ്ടതായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് അവൻ അബദ്ധം പറ്റിയതാന്നാ. പിന്നെ എനിക്ക് തോന്നി എന്നെ ഒഴിവാക്കാൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. തോന്നലായിരിക്കും. ആയിരിക്കാം. ജംബോയിൽ അവൻ കളിക്കുമ്പോ ഒരുത്തിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടന്നു. ഒടുവിൽ അവള് ഗർഭിണിയായപ്പോ അവന്റെ ക്യാച്ച് പഴിച്ചു. ആ കുട്ടി റിങ്ങിൽ വീണ് ചത്തു. ഇതറിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നോട് ഇത് തന്നെ ചെയ്തെന്ന്. സോറി, എനിക്കങ്ങോട്ട് വരാമോ? പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ആണോ? ഒന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? മനസ്സിൽ നിക്കേ. നിങ്ങൾ സംസാരിക്കേ. നാളെ വേറൊരു ഐറ്റം നോക്കാന്ന് സുധി സമ്മതിച്ചു. ചൈനീസ് ഡബിൾ റിംഗ്. ബാബുനും സുധിക്കും കൂടി ചെയ്യാൻ പറ്റിയ ഐറ്റാ. ഈ സുധി എന്ത് പാവാന്നറിയോ? വേണമെങ്കിൽ മുഖവും വിറപ്പിച്ച് പോയില്ലേ. ഞാൻ ചെന്ന് ചിരിച്ച് 2 വാക്ക് പറഞ്ഞപ്പോഴേക്കും കക്ഷി കൂൾ. കത്തി എറിഞ്ഞത് തെറ്റിയത് വലിയ ഷെയിമായി സുധിക്ക്. ഷെയിമായിരിക്കില്ല, നിരാശ. കത്തി കൊണ്ടില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ബാബുന് സുധിയോട് ജലസാ, അസൂയ. അതെ, കമലയ്ക്കിപ്പോ സുധി മതിയല്ലോ. ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ. ഞാൻ ചീപ്പാ? വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, ഫൂൾ. എപ്പോ നോക്കിയാലും ചുജി ചുജി. അവന്റെ കോട്ടേജ് പോവാ, അവന്റെ ആയിക്കോ ആയിക്കോ. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ, അതിൽ ബാബു ഇടപെടണ്ട. അവൻ ആരാ മോന്ന് കമലയ്ക്ക് അറിയോ? വനജോട് ചോദിച്ചു നോക്ക്. എനിക്ക് വനജോടൊന്നും ചോദിക്കണ്ട. വനജ ആരാ? വനജ ബാബു ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഞാൻ അങ്ങനെയല്ല. ആളുകളെ മനസ്സിലാക്കുന്നത് പെരുമാറ്റത്തിനാ. സുധി എനിക്കിഷ്ടാ. അതിപ്പോ ആരെന്ത് പറഞ്ഞാലും മാറാനും പോണില്ല. എടാ, ആമ്പുള്ളാര് കരയാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കരയണം? ഇവന്റെ മനസ്സിനൊരു കട്ടിയില്ല, വെറും പഞ്ഞിയ. ഈ അബുക്ക കൂടെ ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൂട്ടിൽ പോയത്. ആഹാ, എന്നാ നീ പോടാ. ആ ബുക്കി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ഇഷ്ടമുള്ളടുത്ത് പോയിക്കോ. ഞങ്ങളൊന്നും ആരും അല്ലല്ലോ നിന്റെ. പിന്നെ എനിക്ക് ഞാൻ വെറുതെ ഓരോന്ന് മോഹിച്ചിട്ട്. ഗോവിന്ദട്ട് പറഞ്ഞ ശരിയാ, ഫൂളാ. ഞാൻ ഫൂളാ. എടാ ഫൂളെ, നീ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കണേ എന്തിനാ? പിന്നെ ഇന്ന് ഷോ ഒന്ന് കഴിഞ്ഞോട്ടെ. ഗോവിന്ദേട്ടനെ കണ്ട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് കാക്കയും പൂച്ചയൊന്നും കൊണ്ടാവാണ്ട് ആ കമലെ പിടിച്ച് നിന്റെ കയ്യിലേക്ക് തരാം. എന്താ പോരെ? ഈ ചുരുട്ട് ഒന്നും ശരിയല്ല. പെട്ടെന്ന് കെട്ടുപോകും. സിഗരറ്റ് ആക്കണം. അയ്യോ, സുശീല ഭക്ഷണം കഴിച്ചില്ല അല്ലേ? വേഗമായി കഴിക്കേ. ഞാൻ കഴിച്ചു. എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഗോവിന്ദേട്ടൻ ചോദിച്ചതിനല്ല മറുപടി. എന്താ 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 ചോദിച്ചേ? മറന്നോ ബാബുന്റെ കാര്യം? വിച്ച് ബാബു? ഏത് ബാബു? ഓ, നമ്മുടെ ബാബു. ആലോചിക്കണമല്ലോ. ഗോവിന്ദേട്ടൻ എന്താ ഉരുളുന്നേ? കമല പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ ഉടനെ അവരുടെ കല്യാണം നടത്താന്ന് ഗോവിന്ദേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ അതെ, അതിന് പഠിപ്പ് കഴിഞ്ഞില്ലല്ലോ. അതിനി പഠിക്കാൻ പോണില്ലല്ലോ. അതെ അതെ, എന്നാലും പഠിപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. ദേ, സത്യക്കേട് കാട്ടരുത്. ഗോവിന്ദേട്ടന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ മനസ്സില്? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സുധി കമലയ്ക്ക് ഇപ്പോ സുധിയോടാ ഇഷ്ടം. അപ്പൊ ബാബുവോ? അത് സാരമില്ല. പാവം പാവം പാവം. അവന് വളരെ നല്ലൊരു പെണ്ണിനെ തന്നെ നമുക്ക് ആലോചിക്കാം. നമ്മുടെ കുമാരന്റെ മോള് ശോഭ. ഇതിന്റെ പേര് തന്തയില്ലായ്മ. ഉറങ്ങിക്കിടന്നവന് വിളിച്ചു നിർത്തിയിട്ട് ഇപ്പൊ ചോറില്ല. തെണ്ടിത്തരം കാട്ടാം, പക്ഷെ ഇങ്ങനെ പല തെണ്ടി അവരത് ഗോവിന്ദേട്ടൻ. സുശീല, എനിക്ക് ആകെ ഉള്ളതാ. എനിക്ക് അവളുടെ ഭാവി നോക്കണ്ടേ? ഭാവി പിന്നെ എന്തിനാ അവനെ പറഞ്ഞ് മോഹിപ്പിച്ച്? അവന് വല്ല വിഷം വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കും. ഒരു വിവരം വിദ്യാഭ്യാസം അല്ലാത്ത അവന് പിടിച്ചു കൊടുക്കുന്നതിനും ഭേദം അവക്ക് കൊടുക്കാൻ വിഷം. എന്താ പോരെ? സുശീലയ്ക്ക് മനസ്സിലാവില്ല ഒരു അച്ഛന്റെ ദുഃഖം. അതിന് മക്കളുണ്ടാവണം. മക്കളും ശരിയാ, സുശീലയ്ക്ക് മക്കളില്ല. പക്ഷെ ഇങ്ങനെ നെറികേട് കാട്ടില്ല സുശീല. നമ്മളൊക്കെ ജീവ പണയം വെച്ച് കളിക്കുന്നവരാ. നെറികേട് കാട്ടിയ മോളിൽ ഈശ്വരനുണ്ട്, അത് മറക്കരുത്. എനിക്കിപ്പോ ഭയങ്കര മറവി. ഈ കാര്യത്തിൽ നിങ്ങൾ വാക്ക് മാറിയാ ഞങ്ങൾ ആരും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ. ഞങ്ങളൊക്കെ പോവിടുന്നു. ആര് പറഞ്ഞു പോകണ്ടെന്ന്? എല്ലാരും ഒന്ന് പോയി കിട്ടിയാ മതി. നല്ല എ ക്ലാസ് കളിക്കാരെ കൊണ്ടുവരും സുധി. പിന്നെ ഈ കമ്പനി പറക്കും. കണ്ടോ, നടുവൊടിഞ്ഞേനെയും കാലൊടിഞ്ഞേനെയും വട്ട് പിടിച്ചതിനൊക്കെ പോറ്റി എന്റെ കമ്പനി മുടിഞ്ഞതും.
എന്താ സുശീലെടുത്തി? ഗോവിന്ദന് ഇഷ്ടമല്ലേ വേണ്ട. എനിക്ക് വിഷമമൊന്നുമില്ല. എല്ലാം ഞാൻ മറന്നേക്കാം. ശരിക്കും പറഞ്ഞ ഞാനും കമലും തമ്മിൽ എന്താ ചർച്ച? പറഞ്ഞോ പോയിക്കോളാൻ? ഇല്ല, സുശീലാന്റി പോവാണ്. പോകാനൊന്നും ഞാൻ പറഞ്ഞില്ല. പോണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. എന്തിനാ ഡാഡി അങ്ങനെ പറഞ്ഞേ? പോണെങ്കി പോട്ടെ. നമ്മുടെ നല്ല കാലം ഈ വയസ്സന്മാർക്ക് പകരം നല്ല ചെറുപ്പക്കാര് കളിക്കാരെ കൊണ്ടുവരും. ഇവരൊക്കെ പോയിട്ട് പിന്നെ എന്തിനാ ഡാഡി നമുക്കൊരു നല്ല കാലം? ചെല്, പോകണ്ടെന്ന് പറ. അല്ല നിർബന്ധിക്കണോ? വേണം. ഞാൻ ഇടയ്ക്ക് വരും അബുക്കെ കാണാൻ. വരണം. അബൂക്ക, നമുക്കും പോവാ ബുക്ക. ഞാൻ ഇല്ല, എനിക്കിന്ന് കളിയുണ്ട്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഈ സർക്കസിന്റെ അബൂക്ക, ഞാൻ ഇല്ല, എനിക്കിന്ന് കളിയുണ്ട്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഈ സർക്കസിന്റെ ലോകം വിട്ട അബുക്ക ആകെ തകരാറിലാവും. വേറൊരു സർക്കസില് എഗ്രിമെന്റ് ആവണ വരെ നീ ഇവിടെ നിൽക്കണം. നിന്നെ പറ്റൂ നമ്മുടെ അബുക്കയ്ക്ക് വേണ്ടി. എന്തടാ? നീ എങ്ങോട്ടാടി മോളെ പോവുക? പോവാനാണോ കുമാരേട്ട ഈ ലോകത്ത് ഇടവില്ലാത്തത്? ഞാൻ ഗോവിന്ദേട്ടനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങളോടൊക്കെ പോകാൻ ഞാൻ പറഞ്ഞോ? ഡാഡി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുശീലാന്റി ക്ഷമിക്കണം. അതുകൊണ്ടൊന്നല്ല മോളെ, എനിക്ക് വയ്യ. പഴയ പോലെ ശരീരം വഴങ്ങണില്ല. ഈ കുമാരേട്ടനെ പോലെ ക്ലൗണാകാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ശമ്പളമൊക്കെ തീർത്ത് തന്നു. സന്തോഷായി. സുശീലാന്റി പോവരുത്. പോണം മോളെ, പോയേ പറ്റൂ. മോളെ ശാന്തമേ, ഞാൻ നോക്കിക്കോളാം. വേണ്ട, അത് ജിമ്മിലേക്കും കുമാരേട്ടനും ബുദ്ധിമുട്ടാവും. അതുമല്ല, ശാന്തയെടുത്ത് ഞാനില്ലാതെ നിൽക്കില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. മാത്രല്ല എനിക്കൊരമ്മ ഉണ്ടാവുമല്ലോ. എന്തിനാ എല്ലാരും കൂടെ വരണേ? യാത്ര അയക്കാനാ? വേണ്ട, ആരും വരണ്ട. എനിക്കത് സഹിക്കില്ല. കൊരങ്ങ് മോറൻ, എടാ കോമാളി കരയാൻ പാടില്ല. ചത്താലും കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും. ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു, അല്ലാണ്ട് കരയരുത്. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി. ചിരിക്കണം, ചിരിപ്പിക്കണം. നെഞ്ചിന് തീ പിടിച്ചാലും ചിരിക്കണം. ചിരിക്കടാ, ചിരിയടാ മോനെ, ചിരി. അത് കൊള്ളാം. ഇതെന്താ നിനക്കും പട്ടായോ? ഇത് കളി തുടങ്ങി. അടുത്ത എന്റെ നമ്പറാ. അപ്പൊ എന്റെ നമ്പർ എപ്പോഴാണ്? അബൂക്കന്റെ നമ്പർ ലാസ്റ്റ് ഞാൻ പറയാം. പാമ്പ് കടിക്കോളൂ.